നമ്മുടെ വീടിനോട് ചേർന്ന് തേക്കുമരം വെച്ച് കഴിഞ്ഞാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തേക്ക് മരങ്ങൾക്ക് ഒരിക്കലും തായ്വേരില്ല. അതായത് താഴോട്ട് നല്ല ആഴത്തിൽ ഇറങ്ങി പോണ വേരില്ലെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറിയാനുള്ള ചാൻസ്, കാറ്റൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മരങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുവാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ രണ്ടാമത്തെ തേക്കാണ് കേട്ടോ മറിയണത്. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച നമ്മുടെ ഗാർഡൻ എന്ന് പറയാം, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം മാറ്റേണ്ട വന്നു. ആകെ ഒരു സങ്കടമായി മാറിയിട്ട്. കാരണം നമ്മൾ എത്ര ഇനി രണ്ടാമത് വെച്ചാലും പിന്നെ അത് സെറ്റായി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ബഹളം കേട്ട് ഞാൻ വന്നു നോക്കിയപ്പോൾ ഒരു മീനിനെ പിടിച്ചേക്കണവന്മാർ. ഇത് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാക്കിലായിട്ട് കുളമുണ്ട്, അതിപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് കിട്ടിയതാണെന്ന് തോന്നണു. എന്തായാലും ഞാൻ അതിനെ പിടിച്ച് കുളത്തിലിടാൻ വേണ്ടി കൊടുന്ന് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പാവം. നീ എവിടെ നിന്നാടാ വന്നത്? എൻ്റെ പൊന്നി ചുടി, അങ്ങനെ എന്തുണ്ട് ഒരു ജാട. എൻ്റെ വായി നിനക്ക് വേണം അവന്? അവൻ പാവല്ലടാ, നമുക്ക് അവനെ കുളത്തിൽ കൊണ്ടുപോയി വിടാം. ഏത് ജീവികളെ കണ്ടാലും എനിക്ക് വർത്തമാനം പറയണ ഇഷ്ടമാണ് കേട്ടോ. മനുഷ്യന്മാരോട് മിണ്ടാനാണ് ഇത്തിരി എനിക്ക് പേടി വരാറുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുന്നതിന് ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും അവർ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മീനിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന കുളം ഇതാണ് കേട്ടോ. ഇതിൽ കൊണ്ടുവന്ന് ഞാൻ വിട്ടു. പാവട്ടോ. അപ്പോൾ വിട്ട പാടെ പുള്ളി അങ്ങ് പോയിട്ടോ. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടാ. പിന്നെ നമ്മുടെ ഈ കുളം ഉണ്ടല്ലോ, നിറഞ്ഞു കഴിയുമ്പോഴേ ഇവരിങ്ങനെ ഒഴുകി പുറത്തോട്ട് വരണതാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്കാണ് നമ്മുടെ പൂച്ചകളുടെ കൂട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനാന്ന് ഓർത്ത് ബഹളം വെച്ചതാണത്. പിന്നെ നമ്മുടെ ഒരാൾ മീനിനെ കൊടുക്കാത്തതിൻ്റെ പരിഭവം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചെടികളെ കൊണ്ടുവന്ന് തൊട്ടപ്പുറത്തെ മുറ്റത്തേക്ക് വെച്ചു. പിന്നെ ഇനി ഇവർ അവിടെ വീട് സെറ്റ് ചെയ്താലും തേക്കില്ലാത്തതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയങ്ങൾ അങ്ങനെയാണ്.